നീ ആലോചിച്ച് നോക്കണം, അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടെ നടക്കാൻ പോകുന്നൊരു കല്യാണമായിരുന്നു അത്. കാരണം നോർമൽ ലീഗലി പെണ്ണ് കാണൽ ചടങ്ങ് പോലെ. വായി നോക്കി ഉറങ്ങാണ്ടിരുന്നത് നീ ഉറക്കം നോക്കിയിരുന്നാണ് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്. വളരെ ഗൗരവമായിട്ടൊരു കാര്യം പറഞ്ഞോ കേൾക്കുന്നു. അപ്പൊ ഈ ഇവരുടെ എൻഗേജ്മെന്റ് വളരെ ഗംഭീരമായിട്ട് നടന്നതാണ്. പെണ്ണിന്റെ ചെറുക്കൻ്റെ എൻഗേജ്മെന്റ്. കാരണം അച്ഛനും അമ്മയും കൊണ്ട് സമ്മതത്തോടെ നടത്തുന്ന കല്യാണമല്ലേ ഇത്. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞ് കുറെ ഒരു വർഷത്തേക്ക് ഒരു കാലാവധി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് കല്യാണം നടത്തുള്ളൂ പറഞ്ഞു. പക്ഷെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഈ പയ്യന് വരവൊന്നുമില്ല. ഇവൻ ജോലിക്കൊന്നും പോകുന്നില്ലെന്ന് മനസ്സിലാക്കി അച്ഛനും അമ്മയും കൂടെ അന്വേഷിച്ചപ്പോൾ ഈ ചെറുക്കൻ അത്ര കേപ്പബിൾ അല്ലെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവർ പോയി സ്കൂട്ട് ചെയ്തുള്ളത്, ഇവരോട് നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പെണ്ണും ചെറുക്കനും ആ സമയം കൊണ്ട് ചെറിയൊരു അടുപ്പത്തിലെത്തിക്കഴിഞ്ഞു. അവൾ ഒരു നാട്ടുകാരെ മുമ്പ് മുഴുവൻ ആളുകൾ അറിഞ്ഞ കല്യാണമാണത്, എൻഗേജ്മെന്റ് നടന്നതാണ്. എനിക്ക് അവനെ തന്നെ മതി എന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും കൊന്നാ സമ്മതിക്കില്ല. ഒരു ദിവസം രാവിലെ അവൾ അവൻ്റെ ഇറങ്ങിയപ്പോൾ കളഞ്ഞു. കുറേ നാൾ കഴിഞ്ഞു. പിന്നീടാണ് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു അപകടം പറ്റുന്നത്. ഈ പയ്യൻ അപകടത്തിൽപ്പെട്ട പുള്ളി മരിച്ചുപോയി. പിന്നെ സംഭവിച്ചാണ് ഇവന്റെ സ്വത്തുക്കൾക്കോ യവനോ ഒരു അവകാശം വെക്കില്ല. കാരണം മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല. ഇവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലെന്നും. പിന്നെ എവിടെ പോയി പറയാനാണ്? വാവിട്ട് കരയാ പെണ്ണ് വന്നിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊക്കെ ചില ഡോക്യുമെന്റ്സുകൾ നമ്മൾ സൂക്ഷിക്കണോടി. നീ എന്താ ഇത്ര നാളായിട്ട് പറയാതിരുന്നപ്പോ? ഇപ്പോഴേ എനിക്കൊരു ആവശ്യം വന്നത്. നിനക്കെന്താ ആവശ്യം? എടി നിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യം ആണോ? നിനക്കതുണ്ടോ? എന്താ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ല, ആവശ്യമുണ്ടെന്ന്. അതാ പറഞ്ഞത്. ഒരു പ്രശ്നം വരുമ്പോ ഉണ്ടല്ലോ ഇതൊക്കെ പിന്നെ പറഞ്ഞിട്ട് ആരെ കൈയും കാലം പിടിച്ചിട്ട് കാര്യമില്ല. അത് നീ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നടക്കണം. അയ്യോ, പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ മെനക്കെട്ടല്ലേ പറ്റുള്ളൂ. ഞാൻ തന്നെ ക്ലീറ്റോനോട് പറയാം. അവരുടെ പറഞ്ഞു നിങ്ങൾ എന്നോട് ഒരു തീരുമാനം എടുത്തിട്ട്. തീരുമാനം എടുക്കാൻ എന്താ ഉള്ളത്? മേടിക്കണം. ഇല്ലേ പിന്നെ ഒരു ആവശ്യം വരും പിന്നെ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഞാനൊന്ന് പോയി പറയട്ടെ. ഇനി അതിന്റെ പുറകെ ഇങ്ങനെ തള്ളി തള്ളി കൊണ്ടുപോയാ ക്ലീറ്റോ കനക ഒരു കാര്യം കേട്ടെ. ഇപ്പൊ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുമോ? പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ എന്തിനാടി? അക്ഷയ എന്തിനാടി? മനസ്സിലായി കിട്ടൂല. പഞ്ചായത്ത് ഓഫീസ് എന്തിനാടി? കിട്ടൂല. കൃഷി ഓഫീസ് എന്തിനാടി? എന്റെ പൊന്നു കനക, ഞാൻ ആശുപത്രി എന്തിനാണ്? എന്റെ പൊന്നെ സ്കൂൾ എന്തിനാടി? ഓരോന്നിനും ഓരോ സ്ഥാപനങ്ങളാണ്. അതിനാണ് എല്ലാവരും തുറന്നു വെച്ചേക്കണത്. എടുത്തിട്ടില്ല അല്ലേ? എടുക്കണം. അതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാന്ന് അറിയാമോ? ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എടുക്കാൻ പോവാ. അയ്യോ അല്ല, നമുക്ക് അതില്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും നടക്കൂല. എന്തായാലും അത് തെളിവ്. ശരി ഓക്കെ എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ആരോ ഉപദേശിക്കണത് ആങ്ങളുടെ പണി നീ ഏറ്റെടുത്താ ഉപദേശം? കുളിക്കാൻ കേറിയ 1/2 മണിക്കൂർ നിന്നങ്ങ് ആറാടിക്കൊള്ളണം. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചൊരു കാര്യം പറയാൻ? കുളിച്ചോണ്ടിരിക്കുമ്പോ അത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉണ്ട്, അതിന് മുന്നേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും നിനക്ക് പറയാം. പക്ഷെ ഈ കാര്യം പറയണമെങ്കിൽ അത്ര അത്യാവശ്യം ആയതുകൊണ്ടാ. എന്താണ് അത്ര അത്യാവശ്യം? നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? എനിക്ക് പണ്ട് പള്ളിക്കൂടത്തിൽ പഠിച്ചപ്പോൾ കുറേ സർട്ടിഫിക്കറ്റ് കിട്ടിയതൊക്കെ ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇനി എന്താ അത് വേണമെങ്കിൽ അതിൽ നിന്ന് എടുത്തോ. ക്ലീറ്റോ കളിക്കല്ലേ ക്ലീറ്റോ. അതക്കൂടെ വിടാ. അത് എഴുതണത് എന്താന്ന് പറഞ്ഞു എഴുത്, ഇല്ലെങ്കിൽ അത് മനസ്സിലാവൂല. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഞാൻ ഇവിടെ ശ്രദ്ധിക്കാം. നീ പറ എന്താണ്? ക്ലീറ്റോ കല്യാണ സർട്ടിഫിക്കറ്റ് വേണോന്ന്. കല്യാണ സർട്ടിഫിക്കറ്റ്? ആരുടെ കല്യാണ സർട്ടിഫിക്കറ്റ് വേണമെന്ന്? നിനക്ക് എന്തിന്റെ കുഴപ്പം? നമ്മൾ രണ്ടുപേരും കൂടി കല്യാണം കഴിച്ച സർട്ടിഫിക്കറ്റ് വേണോന്ന്. നമ്മള് കല്യാണം കഴിച്ചിട്ടുണ്ടോ? നമ്മള് കല്യാണം കഴിച്ച് ഇനിയിപ്പോ സർട്ടിഫിക്കറ്റ് എന്തിനാണ്? നമുക്ക് നാട്ടുകാർക്കെല്ലാം അറിയാലോ നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച്. നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവാണ്. നിങ്ങൾ എന്തിനാ പാർട്ടി എന്ന് പറഞ്ഞ ലോകവിവരം എന്ന് പറയുന്നത് ക്ലീറ്റോനില്ല. അതെ, ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് അതാണല്ലോ നീ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിനക്ക് അതുകൊണ്ട് എന്താണ് അത്യാവശ്യം? ആരെങ്കിലും പറഞ്ഞാ നീ എന്റെ ഭാര്യയല്ലെന്ന്, അല്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? അത്യാവശ്യം വരുമ്പോഴാണോ ക്ലീറ്റോ ഒരു സാധനം മേടിക്കുന്നത്? മരിച്ചടക്കുമ്പോഴാണോ ശവപ്പെട്ടി ഓടിക്കാൻ? പിന്നെ ശവപ്പെട്ടിയും പാടിച്ച് കുഴി എടുത്തു വെച്ചിട്ടാണോ മരിക്കണ എല്ലാരും? അതല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു അത്യാവശ്യം എന്താണ് സത്യത്തില്? നിനക്ക് എന്തോ കനകം പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യം അറിഞ്ഞത്. അങ്ങനെ വാ, റൂട്ട് അവിടെ നിന്നാണ് തുടക്കം. കനകൻ എന്താണ് കാര്യം പറഞ്ഞത്? അവന്റെ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് മരിച്ചുപോയി.
ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞാല് ഇവര് സ്നേഹിച്ച് നമ്മളെ പോലെ കല്യാണം കഴിച്ചതാ. പക്ഷെ അവര് മറ്റേ മാരേജ് ചെയ്തിട്ടില്ല. ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ പള്ളി എങ്ങനെ മറ്റേ രജിസ്റ്ററിന്റെ അത് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ ഭർത്താവിന്റെ വീട്ടുകാര് അവർക്ക് ഇത് കൊടുക്കുന്നില്ല, സ്വത്ത് കൊടുക്കണില്ല. എന്ത് ചെയ്യും അങ്ങനെ എങ്ങാനും എനിക്ക് വന്നാ? ഭയങ്കര പ്ലാനിങ് ആണ്. ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്നെ കൊന്നിട്ട് എന്റെ സ്വത്തിന്റെ വീതം എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലേ? എന്റെ എന്തൊരു ചിന്തയാണ് നിങ്ങളെയൊക്കെ. അതല്ല പറഞ്ഞത്. നീ മരിച്ചുപോയ അങ്ങ് പോകുമ്പോ അത്രേ ഉള്ളൂ. പിന്നെന്തോന്നു? ഞാൻ മരിച്ചുപോയ ഒരു കുഴപ്പമില്ലേ? മരിച്ചോ എന്ത് കുഴപ്പം? ബാക്കി ചടങ്ങുകളെല്ലാം അന്തസ്സായിട്ട് നടത്തും, അത്രേ തന്നെ ഉള്ളൂ. എല്ലാരും മരിക്കും. പിന്നെ ഇപ്പൊ സ്വത്തിന്റെ പ്രശ്നമാണ് നിനക്ക്. അല്ല, നമുക്ക് എന്ത് കാര്യത്തിന് നമുക്ക് ദുബായിലോട്ടൊക്കെ പോകണമെങ്കിൽ അതും വേണം. പാസ്പോർട്ട് എടുക്കണമെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ്. നിനക്ക് പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അത് വേണം. അതിപ്പോ എടുക്കുമ്പോ അല്ലേ ഇപ്പൊ കിടന്ന് വേണം വെക്കല്ലേ. ഒന്നാമത് എന്തോ കാര്യങ്ങൾക്ക് നടക്കണം. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിനൊന്ന് പോയിട്ട് അതൊന്നും എടുത്തു വെക്കാൻ പാടില്ലേ? തങ്കം, ഇത് എന്താ അറിയാമോ, ഈ ഓരോ ആവശ്യമായിട്ട് പഞ്ചായത്തിൽ ചെന്നിട്ട് യവന്മാരാകുമ്പോ ഓച്ചാനിച്ച് നിൽക്കാൻ എനിക്ക് വയ്യ. എല്ലാം നമ്മളെ പാർട്ടിക്ക് എതിരായിട്ടുള്ളവന്മാരാണ് അവിടെ ഇരിക്കണം. പിന്നെ ഞാൻ മാരേജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവൻ്റെയൊക്കെ മുമ്പ് പോയി നിൽക്കാന്ന് പറഞ്ഞാൽ അടുത്ത ഭരണം നമ്മുടേതായിരിക്കും. അത് വന്നു കഴിയുമ്പോൾ സാധനം നമ്മളെ വീട്ടിലിതായി മേശപ്പുറത്ത് കൊണ്ട് വെച്ച് തരും. അപ്പൊ പിന്നെ നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് ഒരിക്കലും കിട്ടാൻ പോണില്ല. അല്ല, അപ്പൊ നിങ്ങൾ നമ്മള് കല്യാണം കഴിച്ചിട്ടില്ലേ? പഠിത്തത്തിൽ എന്തൊരു ശ്രദ്ധ നോക്കിയാണ്. ഇങ്ങനെ തന്നെ പഠിക്കണം. ബുക്കിൽ നോക്കി അങ്ങോട്ട് എഴുതടാ. കല്യാണം കണിഞ്ഞാ ഇത് എന്നതാ അങ്ങോട്ട് പഠിക്കണം. അത് പഠിക്കണം, ശ്രദ്ധിക്കും കേട്ടാ. ഇതെന്താ എഴുതി വെച്ചേക്കണത്? 2 1 4 നന്നായിരിക്കണം. ഈ പേജിന് മര്യാദക്ക് എഴുത്. എവന്റെ പൈസ കൊടുത്താൽ അത് ഇരട്ടിപ്പിച്ച് തരും. ഇങ്ങനെ കണക്ക് പഠിക്കണേ. അതെ, ഞാൻ ഇറങ്ങുവാണേ. അപ്പൊ ഇനി എന്താണ് നിന്റെ പ്രശ്നം? സർട്ടിഫിക്കറ്റ് പോയ ഉടനെ തരൂല. ഞാൻ പോയി അന്വേഷിക്കാം. നിന്റെ പറച്ചില്ലാട്ടോ തോന്നുന്നു. എന്നെ കൊന്നിട്ട് നിനക്ക് എന്തോ പെട്ടെന്ന് നേടാനുള്ളവരാണല്ലോ പറയണത്. ഞാൻ പോയി അന്വേഷിക്കാം. എനിക്ക് അവിടെ പോയി ഒച്ചാനിക്ക് നിൽക്കാനൊന്നും പറ്റൂല. അപ്പൊ അന്വേഷിക്കൂല. പോക്ക് കണ്ടറിയാൻ അന്വേഷിക്കൂല. ചിരിക്കല്ലേ, ഞാൻ കണ്ട്. ഇതെന്താടേ പഠിക്കുന്ന ബുക്കിൽ കുത്തി വരച്ചിട്ടേക്കുന്നത് നീ? ചിരിച്ചങ്ങ് മയക്കിക്കോ മനുഷ്യനെ. ഇതൊരു തവി കറിഞ്ഞാത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അതിനകത്ത് തന്നെ ഇട്ടോണ്ടിരിക്കും. കൈ പൊള്ളിയാ? പിന്നെ പൊള്ളത്തില്ലേ. ഇതെന്തോന്ന് കറി, എരിയില്ല പുളിയും ഇല്ല. ഇതാണോ നീ കനകന് കൊടുക്കുന്നത്? അല്ലേ ഞാനുണ്ടാക്കണല്ലേ എപ്പോഴും കഴിക്കുന്നത്. അവനെല്ലാം എരിയ പുളിയല്ലോ അറിയാമോ? ഞാൻ ഏട്ടൻ്റെ കാര്യമല്ല പറഞ്ഞത്, അമ്മയുടെ കാര്യമോ പറഞ്ഞത്. എന്ത് എന്ത്? ചേച്ചിയുടെ അടുത്ത് പോയല്ലേ അമ്മ? അവിടെ പോയിട്ട് എന്തോ കഴിച്ചിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇവിടെ വരുമ്പോഴാണല്ലോ ഇവിടുത്തെ കറിക്ക് ഉപ്പും മുളകും പുളിയൊന്നും ഇല്ലാത്തത്. നീ എന്താടി അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നീ ആയാലും തങ്കം ആയാലും ഒരുപോലെ തന്നെ. എനിക്ക് പുന്നാരം പറച്ചിലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതൊക്കെ പറച്ചില്ല മാത്രമേ ഉള്ളൂ. പിന്നെ ചേച്ചി എന്തുണ്ടാക്കി തന്നാലും അമ്മയ്ക്ക് അതൊക്കെ അമൃത. പൊന്നേ, ഈ പിള്ളേരുടെ അടുത്ത് ഒരു വർത്താനം പറയാൻ പറ്റത്തില്ല. എനിക്ക് വിശക്കുന്നെങ്കിൽ അമ്മ അവിടെ പോയി ഇരിക്കാൻ ഇപ്പൊ കൊണ്ടുവരാം. അയ്യോ ഭയങ്കര വിശപ്പ്. രാത്രി ഇപ്പൊ ആഹാരം കുറച്ചോണ്ടേ അമ്മ. എല്ലാവർക്കും ഭയങ്കര വിശപ്പാണല്ലോ. ഏട്ടാ ഈ കറിയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. അതായത് ചൂടുണ്ടാവില്ല. നോക്ക്. കുഴപ്പമില്ല. അടിപൊളിയല്ലേ? കണ്ട. എന്നിട്ട് അമ്മ പറയുമോ ഈ കറിക്ക് എരിവും പുളി ഉപ്പും എല്ലാം കൂടുതലാന്ന്. അമ്മയുടെ നാക്കിന് ടേസ്റ്റ് ഇല്ല ഞെട്ടാ. അല്ല അത് അമ്മ അതായത് ഈ ഏരിയ എനിക്കിഷ്ടമാണ്. പക്ഷെ അമ്മക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു കാണൂലേ. ചാഞ്ഞല്ല അമ്മയുടെ അടുത്തോട്ട് 2 വള്ളത്തിൽ കാലി തൊട്ടാതെ പറഞ്ഞേ. എടാ, നീ അല്ലെങ്കിലും പണ്ടേ അങ്ങനെ. എവളെന്ത് പറയുന്നു അതാ നിനക്ക് വേദവാക്യം. മക്കളില്ലാതെ മനതുക്കപ്പെട്ട് മക്കളെയും പറ്റി മാനവും കെട്ട അവസ്ഥയിലായല്ലോ ഇപ്പം. എന്താണ് എന്താണ്ട് ചെന്നിരിക്കാവോ? തരുന്നത് നക്കാം, അല്ലാതെ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയേ നാവിന് ടേസ്റ്റ് കിട്ടുന്ന 2 ഗുളിക വാങ്ങിച്ചു കൊടുക്കും. ചെല്ലിപ്പോ ഇത് അതുകൊണ്ടാണ് ചുമ്മാ എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞല്ലേ. നീ കാര്യമാക്കണ്ട. പിന്നെ എരിവ് കറക്റ്റാ. ഇതും കൂടെ കൊണ്ടുപോകും. ചെല്ലിപ്പോ ഞാൻ കറിയായിട്ട് അങ്ങോട്ട് വന്നേക്കാം. കാണാമെടി
കച്ചേരിക്ക ആ എന്താടാ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മച്ചമ്പി വഴി വെച്ചിട്ടുണ്ടായിരുന്നു. ക്ലീറ്റോനെയാ? ആ അപ്പൊ മച്ചമ്പി പറഞ്ഞു നിങ്ങളുടെ മറ്റേ വിവാഹമോചന സർട്ടിഫിക്കറ്റ് അത് കിട്ടാൻ പാടാന്ന് പറഞ്ഞു. മോചനോ? ആ ആർക്ക് മോചനം? അങ്ങനെ പറഞ്ഞേ വിവാഹമോചന സർട്ടിഫിക്കറ്റ്. പിന്നെ എങ്ങോട്ടാണാവോ പോയത്? മോചനം അല്ല, പിന്നെ കല്യാണം കഴിച്ചെന്നുള്ള തെളിവിനുള്ള സർട്ടിഫിക്കറ്റ്. കല്യാണം കഴിച്ചാൽ ഇനി എന്തോന്ന് തെളിവ്? മൂത്ത കൊച്ചിനെ കെട്ടിക്കാറായ രണ്ടാമതൊരു ചെറുക്കം കുടുംബത്തിൽ താമസിക്കുന്ന അളിയന്മാര് ലോകം മൊത്തം അംഗീകരിച്ചു. ഇനി എന്ത് തെളിവ്? അതല്ലടാ, നമ്മുടെ ഈ മത്സരത്തിലൊക്കെ 1, 2 ഇങ്ങനെ 1ാം സ്ഥാനത്തിന് 2ാം സ്ഥാനത്തൊക്കെ അല്ല സർട്ടിഫിക്കറ്റ് കിട്ടൂലേ എഴുതിയേക്കണത് എന്റെ 1ാം സ്ഥാനം. വിവാഹമോചന സർട്ടിഫിക്കറ്റ് അത് കിട്ടാൻ പാടാന്ന് പറഞ്ഞു. മോചനം അല്ലാന്ന എന്തോന്നാണ് മോചനം എന്ന് പറഞ്ഞ എന്താ? അതാണ് നിങ്ങൾ ബന്ധം മറുപടുത്താൻ പോകുന്നു. ക്ലീറ്റോ ഇപ്പൊ എവിടെ? നീ ക്ലീറ്റോനെ കണ്ടോ? വഴി വെച്ച് കണ്ടു. ക്ലീറ്റോ മച്ചമ്പി പഞ്ചായത്തിലോട്ട് പോയില്ല. മറ്റേ ഈ സുനാട്ടിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അടിയന്തരമായിട്ടൊരു പാർട്ടി മീറ്റിംഗ് വിളിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് കോവളത്തോട്ട് പോയേക്കുവാണ്. പക്ഷെ ആ വിവരം ഇവിടെ വന്ന് തങ്കഞ്ചേട്ടത്തോട് പറയല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് തങ്കഞ്ചേട്ടത്തിലുള്ള ആത്മാർത്ഥമുള്ള ഞാനത് പറയാതിരിക്കാൻ പറ്റും? പോയില്ല അല്ലേ? ഇല്ല. ഈ ചെകുത്താൻ പിടിച്ച കടകട്ട പിശാചിനെ എന്ത് ചെയ്യണം ദൈവമേ? നിങ്ങൾ ഡൈവേഴ്സ് ചെയ്യാൻ പോകണം. ഡൈവേഴ്സിന് പോകുമ്പോൾ കോടതി സമർപ്പിക്കാൻ വേണ്ടിയാണ് ഈ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ പിന്നെ ആരും ഇട്ടു. അപ്പൊ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. നടക്കൂല. എങ്ങനെ നടക്കും? ഈ മനുഷ്യന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വഴി കൂടി മുള്ളിപ്പ പോലും തെറിച്ചിട്ടില്ല. അതാ കുഴപ്പം. അല്ലെങ്കിൽ മനുഷ്യരാരെങ്കിലും ഞാൻ അത്രയും ഓതി കൊടുത്തതാണ് അവിടെ പോയിട്ട് ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ടോന്ന്. അതിനകത്ത് എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ കോവളത്തിന് പോയേക്കണേ. എങ്ങനെ ഇരിക്കുന്നു? മനുഷ്യരാരെങ്കിലും ചെയ്യണ കാര്യമാണോ? ആണോ? ചെയ്യുന്നൊന്നും മനുഷ്യന് നിരക്കുന്നല്ലോ. വരുന്നുണ്ട് വരട്ടെ. ഞാൻ കാരണമാണല്ലോ നിന്നോട് നിനക്ക് പുഴുങ്ങി തിന്നാൻ വേണ്ടിട്ടുള്ള സർട്ടിഫിക്കറ്റ് അത്. ആ ബോധം അവന് വേണ്ടേ? മാരേജ് സർട്ടിഫിക്കറ്റിന് പോയായിരുന്നോ? മാരേജ് സർട്ടിഫിക്കറ്റേ മേടിക്കാൻ പോയായിരുന്നു? പോയി അന്വേഷിച്ചു. ആണല്ലേ? കൊറേ സമയം എടുക്കും. കോവളത്തോട്ട് മാറ്റിയിപ്പ സ്ഥലം. നിങ്ങൾ കോവളത്ത് അഴിഞ്ഞാടാൻ പോയിട്ട് വരുന്നല്ലേ അല്ലേ? എന്നിട്ട് എന്നോട് പറയണ്ടെന്നല്ലേ നോണയൻ? അറിഞ്ഞില്ലേ? ആണടി, ഞാൻ കോവളത്ത് പോയി. എൻ്റെ അമേരിക്കയിലുള്ള എൻ്റെ പെണ്ടാട്ടിയും പിള്ളേരും ഒക്കെ വന്നിരുന്നു. ഞാൻ അവരുമായിട്ട് ബീച്ചിൽ ഇങ്ങനെ കറങ്ങായിരുന്നു. നിങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ആ സർട്ടിഫിക്കറ്റ് ഇങ്ങ് മേടിച്ചിട്ട് വാ ക്ലീറ്റോ എന്ന്. നിങ്ങൾ എന്തിനാ പാർട്ടി പരിപാടിക്ക് പോയത്? പിന്നെ പലചരക്കടയിൽ വിൽക്കാൻ വെച്ചൊക്കെയല്ലേ മറ്റേ മാരേജ് സർട്ടിഫിക്കറ്റ് ഇങ്ങ് വാങ്ങിച്ചോണ്ട് വന്ന് പറയാൻ. പോയി അന്വേഷിക്കാമല്ലോ. അന്വേഷിക്കാൻ സമയമുണ്ട്. ഈ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഈ സ്ഥാപനം അങ്ങ് ഇടിഞ്ഞ് മണ്ണിന്റെ അടി പോവുന്നില്ല ഇന്ന് നാളായിട്ട്. ദേ രണ്ടുപേരും കേൾക്കാൻ വേണ്ടി പറയുവാണ്. ഇനി ഞാൻ ഇതിനെ പറ്റി കമാന്നൊരക്ഷരം മിണ്ടൂല. ഇനി ക്ലീറ്റോനൊരാവശ്യം വരും സർട്ടിഫിക്കറ്റിന്റെ. അപ്പൊ എന്നോട് തങ്കം സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ ഈ പഠിക്കുന്ന ഞാൻ പുറത്തോട്ട് കിടക്കൂല. നോക്കിക്കോ. പിന്നെ നിന്റെ ഈ ചാട്ടം വെച്ചിട്ട് ഈ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങണേനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ് വിവാഹ മോചന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ. ഒരുപാട് ഇടം തുള്ളിയെ ഞാൻ അതങ്ങ് വാങ്ങിച്ച് കൈ തരും. അതെങ്കിലും മേടിച്ചതാ ഞാൻ. അത് വഴി കഷ്ടം. എന്തോന്ന് കണ്ടില്ലേ ഇത്? ഞങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടി എവള് ഇത് എന്നെ അങ്ങ് കൊല്ലാനാണെന്ന് തോന്നുന്നു. അങ്ങനല്ല. പിന്നല്ലാതെ അവള് പറയണട്ടാ അതല്ലേ വസ്തു ഇത് ചെയ്യണം അതിന് ചെയ്യണം മാരേജ് സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞ ഇതൊക്കെ ഡോക്യുമെന്റ്സ് അല്ലേ? നമുക്ക് കരുതി വെക്കേണ്ട ചില ഡോക്യുമെന്റ്സ് ആണ്. അതിന് സമയം എടുക്കും. നമ്മൾ സമയം എടുത്ത് പ്രവർത്തിക്കണ്ടേ? ഇപ്പൊ അവള് പറഞ്ഞ സമയത്ത് നീ പോയിരുന്ന വല്ല പാഠം ഉണ്ടായിരുന്നു? അടിയന്തരമായിട്ട് പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് അതിന് പോകാതിരിക്കാക്കോ? അപ്പുക്കുട്ട സാർ എൻ്റെ അടുത്ത് ചീത്ത വിളിക്കൂലേ? അതിന് നീ വേറെ ആളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതിന് വേറെ ആരെയും പറഞ്ഞു വിടാക്കൂല. അതിന് ഞാൻ തന്നെ പോകണം. ഇത് വേണമെങ്കിൽ വേറെ ആരെങ്കിലും വിടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത് നാളായിട്ട് അന്വേഷിക്കാം, സമയമുണ്ടല്ലോ. അല്ല ഞാൻ പറഞ്ഞത് നിനക്ക് ഇനിയിപ്പോ ഓടി നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഇറങ്ങാം. കാരണം എന്റെ പെങ്ങളായി പോയില്ലേ. പഞ്ചായത്തിലാണെങ്കിൽ എവിടെയാണെങ്കിലും ഒരു പോലീസുകാരനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിന് മുമ്പായിട്ട് ചില നടപടിക്രമങ്ങളുണ്ട്. അതിനൊന്ന് നിന്ന് തരാൻ പറ്റുമോ? നീ സർട്ടിഫിക്കറ്റ് മേടിച്ചു തരുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിന്ന് തരണേ. ഇരിക്കുകയൊക്കെ ചെയ്യും. എനിക്കൊരു വാക്കേ ഉള്ളൂ, മനസ്സിലായല്ലേ? ഞാൻ പറയുന്ന പോലെ നിന്ന് തരണം. പക്ഷെ പഞ്ചായത്തിൽ പോയി ഓച്ചാനിക്കാനൊന്നും എന്നെ കിട്ടൂല. അത് ആ സമയം വരുമ്പോഴല്ലേ. അത് അതിനു മുമ്പുള്ള ചില കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? അതിനൊക്കെ ഞാൻ സഹകരിക്കാം. അപേക്ഷയൊക്കെ കൊടുത്തോളണം. അതിനൊന്നും ഇനി എനിക്ക് കിടക്കാനൊന്നും വയ്യ.
ശരി ട്ടോ. അവിടെ പിള്ളേരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കണേ? എവിടെ എല്ലാവരും? അയ്യോ ഒരു കണക്കിന് രണ്ടിനെയും കൂടെ ഉന്തിത്തള്ളി അകത്തോട്ട് കേട്ടിട്ടുണ്ട് ഒപ്പിടാനാന്ന് പറഞ്ഞിട്ട്. അവിടെ എന്നിട്ട് ഇടിവെച്ചോണ്ടിരിക്കുക. എന്തിനടി വെക്കണേ? അവിടെ എന്തൊക്കെയോ കശപിശ കേൾക്കുന്നുണ്ട്. നോ ഐഡിയ. റെഡിയായോ? റെഡിയാവും. എന്റെ കനക, നീ റെഡി ആയി പറഞ്ഞിട്ടില്ല. ആ കുട്ടീനെ വെറുതെ ലീവ് എടുത്തിട്ട് കൊണ്ടിരിച്ചത്. പോയില്ലല്ലോ. എന്തോ മക്കളെ? അടിയാണോ? അടിയല്ല, അതിപ്പോ ശരിയാവും മക്കളെ. കശപിശ. ഒന്ന് പോയി സംസാരിച്ചോ. ചേച്ചി എവിടെ? അമ്മ റെഡി ആയിക്കൊണ്ടിരിക്കുക. അതല്ലേ. അല്ലടാ, ഇവരിപ്പോ ഇവരുടെ ഒരു കാര്യത്തിനല്ലേ നമ്മൾ ഈ ബുദ്ധിമുട്ടുന്നത്. പിന്നെ എന്തിനാ ഇവര് പണങ്ങിയിരിക്കണേ? കുറച്ച് വഴക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ രണ്ടും കൂടെ റെഡി ആവാൻ കയറിയിട്ടുണ്ട്. കേറിയിട്ടുണ്ട്. അതെ. ആ ഈ റേഷൻ ഓഫീസിൽ പോകാൻ ഒരു സമയമൊക്കെ ഉണ്ട്. അത് എപ്പോഴാ പോണ്ടത്? അല്ല, ഉച്ചവരെ സാർ അവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് സൈൻ ചെയ്യുന്നു, കാര്യങ്ങൾ കഴിയുന്നു. അല്ല, ഞാൻ ആലോചിക്കാണ്, ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ പണിയെടുക്കണം അല്ലേ? എന്തൊരു നൂലാമാലകള്. വേണ്ടേ? എന്തേ വേണ്ടേ? ഒന്നുമില്ല, ഇതിന് നമ്മൾ ആരും വേണ്ട. അവർ രണ്ട് പ്രായപൂർത്തിയായവർ രണ്ടുപേരും അവർ നേരെ രജിസ്റ്റർ ഓഫീസിൽ പോവുക, സൈൻ ചെയ്യുക. അപ്പോൾ അവർ പേര് നോട്ടീസിൽ വരും. ഒരു മാസം കഴിഞ്ഞിട്ട് ആർക്കും ഒരു ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് ഈ അന്തർ സർട്ടിഫിക്കറ്റ് കിട്ടും. അല്ലടാ, ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഈ വേഷം കെട്ട കാണിച്ച്? എന്തിനാട്ടാ? ഈ നാടും നാട്ടുകാരെയൊക്കെ അറിയിച്ചിട്ട് പണ്ടൊരിക്കൽ ഞങ്ങളെല്ലാം ഒരുങ്ങിയിരുന്നില്ലേ, ഈ കല്യാണ പെണ്ണ് ചെറുക്കനായിട്ട് അവർ ഇറങ്ങി വരുന്ന കാണാനായിട്ട്. അന്ന് പറ്റിയോ? അത് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്, അമ്മയ്ക്ക്. അമ്മാവനില്ലായിരുന്നു. പിന്നെ നിനക്കില്ലേ ആഗ്രഹം? നിനക്കില്ലടാ? 100 വട്ടം. അതിനോടൊരു ഡ്രാമയല്ലേ ഇത്? എന്റെ അടുത്തെങ്കിലും പറയാൻ. ഇപ്പൊ സന്തോഷമായില്ലേ? ചേച്ചി വാ. എന്താ അമ്പിച്ചേട്ടൻ വന്നില്ലേ? ഇല്ല. കല്യാണ പെണ്ണവിടെ? അവര് റെഡി ആയിക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് വരുന്നില്ല. റെഡി ആയില്ലേ ഇവര്? അതാ വരണു. ചേർന്ന് നിൽക്ക്. അമ്മയുടെ അമ്മമ്മ. ആഹാ. അമ്മ അല്ലടേ, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ലടേ, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടി നീ ഞങ്ങളെ കൊണ്ട് ഈ കോമാളി വേഷം കെട്ടിച്ചെന്തിന്? കോമാളി വേഷോ? എന്താണ് നീ പറഞ്ഞത്? ഇവിടെ ജീവിതത്തിൽ എല്ലാ മനുഷ്യരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തൊരു വേഷമാണിത്. ഈ വേഷം കെട്ടാൻ എല്ലാവരും കൊതിക്കുന്നത്. ഈ വേഷം ഞങ്ങൾ 20 കൊല്ലം മുമ്പ് കെട്ടിയതല്ലേ? എന്നിട്ട് നമ്മളാരും കണ്ടില്ലല്ലോ. അല്ല, നീയല്ലേ പറഞ്ഞ എന്താണ്ട് ഇവിടെ ഒപ്പിടാനുണ്ടെന്ന് പറഞ്ഞല്ലേ വിളിച്ചു വരുത്തി? ഇവിടെ അല്ല, അത് രജിസ്റ്റർ ഓഫീസിലാ. രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്ട്രാറുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും മാലിടും. എന്നിട്ട് നിങ്ങൾ ഒപ്പിടും. സാക്ഷികളായിട്ട് ഞങ്ങൾ ഒപ്പിടും. എന്നിട്ട് ഫോട്ടോ എടുക്കും. എന്നിട്ട് ഫോട്ടോ എടുക്കും. അതല്ലേ കല്യാണം എന്ന് പറയുന്നത്. നടക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങളെ കല്യാണോ? അതേന്ന്. എടാ, ഞങ്ങളെ കല്യാണാണെങ്കിൽ ഒരു വാക്ക് പറയണ്ടേ? അന്ന് ഒരു വാക്കും പറയാൻ നിങ്ങൾ ഇറങ്ങി ഓടിയത്. ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾക്ക് ഇതൊന്ന് കാണണം. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കൈ പിടിച്ചിരണമെന്നും നമ്മളെല്ലാം അത് കാണണമെന്നും. അത് നടക്കട്ടെ. അപ്പൊ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റോ? അത് അവിടെ പോയിട്ട് അമ്മ അമ്മ കാണണ്ടേ ഒരു മാല ഇടുന്നത്? പിന്നെ വേണ്ടേ? കൊടുക്കട്ടെ. നീ എപ്പോഴും പറയല്ല ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലേ കല്യാണം കഴിച്ചില്ലേന്ന്. ഞങ്ങളെ കല്യാണം കണ്ടോ? ഡാഡി കല്യാണം കഴിച്ചു. നാണം നോക്കി അങ്ങോട്ട് കാണാം. കൈ പിടിച്ചേരട്ടെ. ഇത് കൈ പിടിച്ചു തന്നിരുന്ന
അമ്മാവന് കയറി വരണേ. അമ്മ വരൂ. അമ്മാവന്റെ അനുഗ്രഹം വേണ്ടി. എന്നായിട്ട് ഇപ്പൊ രണ്ടുപേരും അനുഗ്രഹം ഒരുമിച്ച് മേടിക്കാൻ പറ്റി. അയ്യോ അന്നായിരുന്നു അമ്മ ഒറ്റയ്ക്കായി പോയന. അയ്യോ അനുഗ്രഹിക്കണേ. വേണ്ട, ഞാൻ അനുഗ്രഹിച്ചു. ശരി. അപ്പൊ എല്ലാരും ചേർത്തിട്ട് Audience.